ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് മാർച്ച് 3 ഞായറാഴ്ച. എല്ലാവരും ഹാപ്പി ആയിട്ടും ഉഷാറായിട്ടും ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് ഒരു മിനി മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ആണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റോക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് ചെയ്ത 20 വീഡിയോകളുടെ ഒരു ഫസ്റ്റ് പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെയാണ് ആദ്യം ഡിസ്കസ് ചെയ്ത 20 സ്റ്റോക്കുകൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ മാർക്കറ്റിൽ ഒരു നല്ല കറക്ഷനും അതിലും നല്ലൊരു റിക്കവറിയുമാണ് നമ്മൾ ഈ ആഴ്ച കണ്ടത്. 22,200 നിന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 21,900 താഴെ പോകുന്നു. അതിനുശേഷം 500 പോയിന്റിലധികം റിക്കവർ ചെയ്ത് 22,400 മുകളിൽ പോകുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി മാസത്തിൽ നമ്മൾ 4 സ്റ്റോക്കാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ അവസാനത്തെ സ്റ്റോക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച ചെയ്ത ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക്. അത് 920 നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് 990 അടുത്ത് വരെ എത്തുകയുണ്ടായി. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ടാറ്റ മോട്ടോഴ്സ്. അതിന് മുന്നത്തെ ആഴ്ച ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു സെൻസാർ ടെക്നോളജീസ്. അത് 520 നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് 555 വരെ പോയിട്ട് 550 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും വാങ്ങിച്ച വിലയിൽ നിന്ന് ഒരു പോലും താഴ്ത്തു പോയിട്ടില്ല. മൂന്നാമത്തെ സ്റ്റോക്കായിരുന്നു LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 1,009 രൂപ എന്ന നിലയിലാണ്. അതിപ്പോൾ 1,036 രൂപയിൽ ട്രേഡ് ചെയ്യുന്നു. അതിലും അപ്പോൾ നമുക്ക് നോഷണൽ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. നാലാമത്തെ സ്റ്റോക്കാണ് ആദിത്യ ബിർള മണി, AB മണി. അത് 120 രൂപയാകുമ്പോഴാണ് 120 രൂപ 50 പൈസ എന്ന നിലയിലാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നത്. അത് ഇപ്പോൾ കറക്റ്റ് ചെയ്ത് ഏകദേശം 6% കറക്റ്റ് ചെയ്ത് 113 രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ 3 സ്റ്റോക്കിൽ പെർഫോമൻസ് നല്ലതാണ്, ഒരു സ്റ്റോക്ക് മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ AB മണിയും വരും ദിനങ്ങളിൽ റിക്കവർ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് 2 സ്റ്റോക്കുകളാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സ്റ്റോക്കായിരുന്നു റെയിൽടെൽ. അത് 407.75 എന്ന നിലയിലാകുമ്പോഴാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോക്ക് 490 വരെ പോയി. 490 പോയിട്ട് 459 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല എക്സലന്റ് ഒരു മൂവാണ് റെയിൽടെൽ എന്ന സ്റ്റോക്ക് നമുക്ക് നൽകിയത്. രണ്ടാമത്തെ സ്റ്റോക്കായിരുന്നു IRCTC. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് ആയിരുന്നു 965 നിന്ന് അത് 990 വരെ പോയി. 990 വരെ പോയിട്ട് പിന്നെ മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് 934 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. IRCTCയുടെ ഒരു FNO ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ FNO ട്രേഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ 987 എത്തിയപ്പോൾ ആ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തു. അങ്ങനെ ചെറിയൊരു പ്രോഫിറ്റ് 6,500 എന്ന ഒരു ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. രണ്ടാമത്തെ FNO സ്ട്രാറ്റജി എടുത്ത സ്റ്റോക്കായിരുന്നു അൾട്രാടെക് സിമെന്റ്. അൾട്രാടെക് സിമെന്റ് ആ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പ്രോഫിറ്റിലായിരുന്നു. അതിനുശേഷം അത് 20,000 റുപ്പീസ് വരെ പ്രോഫിറ്റ് കാണിച്ച ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോഴാണ് അത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അൾട്രാടെക് സിമെന്റ് 10,200 വരെ പോകും. ആ 10,200 എത്തിയാൽ ആ സ്ട്രാറ്റജി ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. മാർക്കറ്റ് 300 പോയിന്റോളം നിഫ്റ്റി കറക്റ്റ് ചെയ്തപ്പോൾ അൾട്രാടെക് എന്ന സ്റ്റോക്കിൽ അതിലും ചെറിയൊരു കറക്ഷൻ വന്നു. കറക്ഷൻ വന്നപ്പോൾ ആ സ്ട്രാറ്റജി ഞാൻ എക്സിറ്റ് ചെയ്തു. 20,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്ന സ്ട്രാറ്റജി വെറും 1,000 റുപ്പീസ് പ്രോഫിറ്റോട് കൂടി എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഈ അൾട്രാടെക് എന്ന സ്റ്റോക്ക് വീണ്ടും കുതിച്ചുയർന്ന് 10,180 എന്ന നിലയിൽ ഒരു പോയിന്റായി. ഇപ്പൊ അത് 10,100 അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അപ്പൊ ഈ ആ ട്രേഡ് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയി. പക്ഷെ എന്റെ എക്സിറ്റ് ടൈം മോശമായി പോയി. എല്ലാ ചൊവ്വാഴ്ചയും ഒരു FNO സ്ട്രാറ്റജി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പിന്നെ FNOയിൽ താല്പര്യമുള്ളവർക്ക് അത് കാണാമല്ലോ. പിന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ആഴ്ച നല്ല ബമ്പർ പെർഫോമൻസ് തന്ന 2 സ്റ്റോക്കുകളുണ്ട് ലാസ്റ്റ് പോർട്ട്ഫോളിയോയിൽ. ഒന്നാണ് ആദ്യത്തെ സ്റ്റോക്കാണ് അലുവാലിയ കോൺട്രാക്ട്സ്. അത് 1,225 വരെ പോവുകയുണ്ടായി. 699 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് 1,225 വരെ പോയി. രണ്ടാമത്തെ സ്റ്റോക്കാണ് ത്രിവേണി ടർബൈൻ. 375 ആവറേജ് പ്രൈസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് 516 വരെ പോവുകയുണ്ടായി. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മുടെ ടോപ്പ് പെർഫോമേഴ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ
പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഒരു ലൈക്ക് തരാൻ, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നോളൂ. സുഹൃത്തുക്കളെ, കമന്റ് സെക്ഷനിൽ 1-2 കമന്റുകൾ വരികയുണ്ടായി. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത്, ഞാനൊരു ട്രെയിൻഡ് അനലിസ്റ്റ് ആണോ? അപ്പോൾ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യണം, ഞാൻ ട്രെയിൻഡ് അനലിസ്റ്റ് അല്ല, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് അല്ല. എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ സ്വായത്തമാക്കിയ, മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എൻ്റെ രീതിയിൽ അനാലിസിസ് ചെയ്ത് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനും പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉചിതമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമതൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന്. അപ്പോൾ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത് പ്രൈസ് മൂവ്മെന്റ്സും വോള്യൂം നോക്കിയിട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നമുക്കറിയില്ല ഏത് സ്റ്റോക്കിലാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. അപ്പം മെയിനായിട്ട് നമ്മൾ ഡേറ്റ നോക്കുമ്പോൾ അതിൽ ചില സ്റ്റോക്കുകൾ നല്ല രീതിയിൽ 3% മൂവ് ആയിട്ടുണ്ടാവും, 5% ആവും, 10% ആയിട്ടുണ്ടാവും. അതിൽ നല്ല വോള്യൂം കാണാം. അങ്ങനെ കൺസിസ്റ്റന്റ്ലി ചില സ്റ്റോക്കുകൾ നല്ല വോള്യൂത്തോട് കൂടിയിട്ട് നല്ല പ്രൈസ് മൂവ്മെന്റ് തന്ന ചില സ്റ്റോക്കുകൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ സ്റ്റോക്കിനെ കുറിച്ച് മാസങ്ങളോളം ആ സ്റ്റോക്കിനെ ഒബ്സർവ് ചെയ്യും. അതിനുശേഷം നമുക്ക് തോന്നുകയാണ്, ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യും. അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി നടത്തും. അതിന്റെ സെയിൽസ് ഗ്രോത്തിനെ കുറിച്ച് നോക്കും. പ്രോഫിറ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തും. EPS, വാല്യുവേഷൻ, അതൊക്കെ നോക്കി ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തും. ഫണ്ടമെന്റലി ആ സ്റ്റോക്ക് ഫിറ്റ് ആണെങ്കിൽ പിന്നെ അടുത്ത ഒരു സപ്പോർട്ട് ലെവൽ, അതായത് പ്രൈസ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ് നോക്കി അതിന്റെ ഒരു സപ്പോർട്ട് ലെവലിൽ എൻട്രി എടുക്കുകയാണ് പതിവ്. ഇന്നത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കാണ് ജെ കുമാർ ഇൻഫ്രാ പ്രോജക്ട്സ്. മെട്രോ പ്രോജക്ട്സ്, ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ്, ഡാംസ്, സിവിൽ കൺസ്ട്രക്ഷൻസ്, റോഡ് പ്രോജക്ട്സ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിയാണ് ജെ കുമാർ ഇൻഫ്രാ പ്രോജക്ട്സ്. ഇതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 650 രൂപയ്ക്ക് അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുത്തത് എന്നുകൂടി പറയാം. ഒന്ന് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരുപാട് കാപെക്സ് സ്പെൻഡിംഗ് ഒക്കെ വരാനിരിക്കെ 10 ലക്ഷം കോടിയിലധികം കാപെക്സ് സ്പെൻഡിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ഇന്ത്യൻ ഇൻഫ്രാ സ്റ്റോക്കുകളൊക്കെ ഒരു ബുൾ മാർക്കറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ, ഈ കമ്പനിയുടെ ഓർഡർ ബുക്ക് 17,000 കോടിയിലധികം ഓർഡർ ബുക്കുള്ള ഒരു കമ്പനിയാണ് ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ്. പിന്നെ അതിൽ 8,000-ലധികം 50,000-ഓളം കോടി രൂപയുടെ ഓർഡർ 2024 ലഭിച്ച ഓർഡേഴ്സാണ്. അപ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് വളരെ നല്ലതാണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ FIS, DIS ഹോൾഡിംഗ് നല്ല രീതിയിലുണ്ട്. FIS 8.7%, DIS 16.6% ഹോൾഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ്. സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4,913 കോടി രൂപയാണ്. അതിന്റെ ഫേസ് വാല്യൂ 5 രൂപയാണ്. ലാസ്റ്റ് ഇയർ EPS 36, PE റേഷ്യോ 16.2, സെക്ടർ PE 24 ആണ്. ഒരു ചെറിയ ക്വാണ്ടിറ്റി സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 647 എന്ന നിലയിൽ ഈ വെള്ളിയാഴ്ച, ഈ ഫ്രൈഡേ ആ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് ഒരു 600-610 എത്തിയാൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആഴ്ച ഞാൻ ചെയ്ത FNO സ്ട്രാറ്റജി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പവർ ഗ്രിഡിലാണ് ചെയ്തത്. അതിന്റെ കാരണം പറയാം. ഒന്ന്, ഈ സ്ട്രാറ്റജി എടുക്കുമ്പോൾ പവർ ഗ്രിഡിന്റെ ക്യാഷ് മാർക്കറ്റിലുള്ള പ്രൈസ് 287 എന്ന നിലയിലായിരുന്നു. അപ്പൊ എന്റെ പവർ ഗ്രിഡിനെ കുറിച്ചുള്ള വ്യൂ 280 താഴെ ഈ മാസം, അതായത് മാർച്ച് മാസം അത് ക്ലോസ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ട്രേഡാണ് 280 രൂപയുടെ 280 സ്ട്രൈക്ക് പ്രൈസിന്റെ പുട്ട് വിറ്റിരിക്കുകയാണ് 8 രൂപ 70 പൈസയ്ക്ക്. അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് 260 രൂപയുടെ പുട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് ചെയ്തത് മൺഡേ ആയിരുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ ട്രേഡ് എടുത്തത്. അതിനുശേഷം ഇപ്പോൾ 6 ട്രേഡിംഗ് ഡേയ്സ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ സാറ്റർഡേ വീണ്ടും ഈ സ്റ്റോക്ക് കുറച്ച് താഴേക്ക് പോയിട്ട് 275 വരെയൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ ഈ ട്രേഡിൽ കുറച്ച് ലോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നോഷണലായിട്ട്. വീണ്ടും 287 രൂപ പോയപ്പോൾ, പവർ ഗ്രിഡ് പോയപ്പോൾ എൻ്റെ സ്ട്രാറ്റജിയിൽ ഒരു 6,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് കിട്ടാൻ 287 എൻട്രി എടുത്തിരിക്കുന്നത്. ഇപ്പോഴും 287 ആണ്, പക്ഷേ സ്ട്രാറ്റജിയിൽ പ്രോഫിറ്റ് ആണ്. അതിന്റെ കാരണമാണ് ടൈം കറക്ഷൻ മൂലമുണ്ടായ
ആ ടൈം ലാപ്സ് ആണ് നമുക്കത് പ്രോഫിറ്റായിട്ട് മാറിയിരിക്കുന്നത്. നമ്മൾ പുട്ട് വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ടേക്കിംഗ് എ ബുള്ളിഷ് വ്യൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. താങ്ക് യു സോ മച്ച്.